ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഹോസ്പിറ്റലിൽ നിന്നും പോർച്ചിലേക്ക് ഇറങ്ങി വന്ന വീണ പാർക്കിങ്ങിൽ ഓട്ടോ വല്ലതും കിടപ്പുണ്ടോ നോക്കി. അപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് പോർച്ചിൽ നിർത്തിയത്. മേഡം, ഓട്ടം പോണോ? ഒരു കിളിനാദം. ഒരു പെൺകൊച്ചാണ് ഡ്രൈവർ, വേണം. വീണ പറഞ്ഞു. മാഡം കയറിക്കോ. ആ പെണ്ണ് പറഞ്ഞു. പെണ്ണായത് നന്നായി, ഇല്ലെങ്കിൽ ഈ ഓട്ടോക്കാരുടെ വായ്നോട്ടം കാണേണ്ടി വന്നേനെ. കാര്യം കെട്ടിയ സ്ഥലത്തെ സബ് ഇൻസ്പെക്ടറൊക്കെയാണ്. വായി നോക്കിയെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ഇവനെയൊക്കെ പിടിച്ചിടിക്കുമെന്നാ ചേട്ടൻ പറഞ്ഞേ. വീണയോർത്തു. ഇത് വീണ വിനോദ്, സ്ഥലം സബ് ഇൻസ്പെക്ടർ വിനോദിന്റെ ഭാര്യ. ഈയിടെ ഈ സിറ്റിയിലേക്ക് മാറ്റം വാങ്ങി വന്നതേ ഉള്ളൂ അവർ. വീണ ഒരു സുന്ദരി തന്നെയാണ്. പ്രായം 32. എല്ലാം അത്യാവശ്യത്തിനുണ്ട്. കണ്ടാൽ ആണുങ്ങളും ഒന്ന് മയങ്ങിപ്പോവും. പെണ്ണുങ്ങളുടെ വായിൽ നോക്കിയെന്ന് പറഞ്ഞ് 3-4 പേരെ വിനോദ് പിടിച്ച് അകത്തിട്ടെടുക്കുകയും ചെയ്തു. മേഡം എങ്ങോട്ടാ പോകേണ്ടത്? പെൺകൊച്ചു ചോദിച്ചു. അത് വീട്ടിലേക്ക്. സ്ഥലം പറയാമോ? മിനി ചോദിച്ചു. മിനി എന്നാണ് അവളുടെ പേര്. ഗിരിനഗർ കോളനി 25. വീണ പറഞ്ഞു. ശരി മാഡം. നിനക്ക് എന്നെ അറിയാമോ? വീണ ചോദിച്ചു. പിന്നല്ലാതെ മാഡം, വിനോദ് സാർ ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളല്ലേ. ഞങ്ങൾ ലേഡീസ് ഓട്ടോക്കാർക്ക് സാറിനെ വളരെ കാര്യമാണ്. സാർ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരമൊക്കെ മറക്കാൻ പറ്റുമോ? മിനി ചോദിച്ചു. അപ്പോൾ റോഡ് സൈഡിൽ കിടന്ന ഒരു ഓട്ടോയിൽ നിന്നും ഒരാൾ ഇവരുടെ ഓട്ടോക്ക് കൈ കാണിച്ചു. മിനി ഓട്ടോ നിർത്തി. എന്നാ ഗോപി ചേട്ടാ? മിനി ചോദിച്ചു. എടി, ടൗൺ ബ്ലോക്കാ, ഒരു അപകടം നടന്നു. നീ ഏതാ റൂട്ട്? ഗോപി ചോദിച്ചു. ഗിരിനഗർ കോളനി. ഓ, അതുവഴി ഉടനെ ഒന്നും പറ്റില്ല. പിന്നെ ഇപ്പോൾ? മിനി നിർത്തി. വേറെ ഇനി എളുപ്പമുള്ളത് നമ്മുടെ ആ പാറമടയുടെ സൈഡ് വഴിയുള്ള റോഡില്ലേ, അതിലേ പോയി അമ്പലത്തിന്റെ അപ്പുറത്ത് ചാടാം. അവിടെ നിന്ന് നേരെ പോകാം. നീ അല്പം നിന്നാൽ ഞാനും വരാം. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യുക. ഗോപി പറഞ്ഞു. മേഡം, അല്പം വെയിറ്റ് ചെയ്ത് നമുക്ക് എളുപ്പം പോകാം. ടൗൺ വഴി ഇപ്പോൾ എങ്ങും പറ്റില്ല. മിനി പറഞ്ഞു. ശരി. വീണ പറഞ്ഞു. മേഡത്തിന് അമ്പലത്തിനടുത്തു കൂടിയുള്ള ആ വഴി അറിയില്ലേ? എളുപ്പമാണ്. റോഡ് അല്പം മോശമായത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്ഥിരം പോകാറില്ല. മിനി പറഞ്ഞു. ഇല്ല, എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടെ പുതിയതല്ലേ. നിങ്ങൾക്കറിയാമല്ലോ, അത് മതി. അപ്പോഴേക്കും ഗോപിയുടെ ഓട്ടോയിൽ ഒരാൾ വന്ന് കയറി. എടാ, നീ പുറകെ പോരെ. ഗോപി പറഞ്ഞിട്ട് മുമ്പേ പോയി. മിനി പുറകെ പോയി. ഗോപിയുടെ ഓട്ടോ അല്പം കഴിഞ്ഞ് ഇടത്തേക്കൊരു ഉൾവഴിയിലൂടെ കയറിപ്പോയി. ഡാറിയില്ലാത്ത വഴിയായിരുന്നു. ഓട്ടോ കുലുങ്ങി പോകേണ്ടിയിരുന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ ചുറ്റും മരങ്ങളും ഒക്കെയായി ആകെപ്പാടെ ഒരു വനത്തിന്റെ പ്രതീതി. ഇത് ശരിക്കുള്ള വഴിയല്ലേ? വീണ ചോദിച്ചു. അത് മാഡം, റോഡെല്ലാം പൊളിഞ്ഞു പോയി. ഒരു ഓട് കമ്പനി പണ്ട് ഉണ്ടായിരുന്നു. അത് നിർത്തിപ്പോയതിൽ പിന്നെ ഈ വഴി അത്യാവശ്യം മാത്രമേ പോകാറുള്ളൂ. വെറുതെ വണ്ടി കേടാക്കണ്ടല്ലോ. മിനി പറഞ്ഞു. ഓ ശരി. കുറച്ചുകൂടെ പോയപ്പോൾ മുമ്പേ പോയ ഓട്ടോ സൈഡിൽ അല്പം ഉള്ളിലേക്കായുള്ള ഒരു കെട്ടിടത്തിന്റെ അങ്ങോട്ട് കയറുന്നത് കണ്ട് വീണ ചോദിച്ചു. അതെന്താ അയാൾ അങ്ങോട്ട് പോയത്? വീണ ചോദിച്ചു. മിനി ഒന്നും മിണ്ടാതെ പുറകെ അങ്ങോട്ട് കയറി. ഗോപിയുടെ പുറകിലായി മിനി ഓട്ടോ കൊണ്ട് ചെന്ന് നിർത്തി. എന്താ ഇവിടെ? ഇതൊരു ബിൽഡിംഗ് അല്ലേ? അല്ല മാഡം, അല്പം റെസ്റ്റ് എടുത്തിട്ട് പോകാം. വഴിയൊക്കെ മോശമല്ലേ? ഗോപി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞത് എളുപ്പ വഴിയാണെന്ന്? എളുപ്പ വഴിയാണ്. എന്തിനാണ് മാഡം പ്രശ്നം? മിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൽ എന്തോ ചതിയുണ്ട്. വീണ വേഗം മൊബൈൽ എടുത്ത് വിനോദിനെ വിളിക്കാൻ തുടങ്ങി. ഓ, അത് വേണ്ട മാഡം. വിനോദ് സാർ വല്ല ലേഡി കോൺസ്റ്റബിളിന്റെ അടുത്തായിരിക്കും. മിനി വീണയുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വേറെ ഒരു ഓട്ടോ പുറകിൽ വന്നു നിന്നു. അതിൽ നിന്ന് 2 പേര് ഇറങ്ങി. എന്താ ആശാനെ കാര്യങ്ങൾ? അങ്ങോട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ ഗോപിയോടായി ചോദിച്ചു. കൊച്ചമ്മയ്ക്കൊരു കൺഫ്യൂഷൻ. ഗോപി പറഞ്ഞു. അതൊക്കെ നമുക്ക് തീർത്തു കൊടുക്കാം. മാഡം ഇങ്ങ് ഇറങ്ങ്. എല്ലാ സംശയവും തീർത്തിട്ട് പോയാൽ മതി. അയാൾ വീണയെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു. രവി വേണ്ട, മാഡം നമ്മൾ പറയുന്നത് കേൾക്കും. മിനി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഞാൻ ജോണി. എന്നെ നിന്റെ കെട്ടിയവൻ കാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് അടിച്ചതാ. ഇന്ന് നിന്നെ ഞാൻ അടിക്കും മോളെ. കറുത്ത തടിയൻ പറഞ്ഞു. ഇത് ഗോപിയേട്ടൻ, ഇത് രവി, ഇത് ജാഫർ. മിനി ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തി.
നിനക്ക് കോളാ മോളെ. ഗോപിയേട്ടന് പ്രായമായെന്ന് നോക്കണ്ട, പുള്ളി നല്ല സംഭവ. ഗോപിയേട്ടന് അല്ല, സോറി, ഗോപി ചേട്ടന്. നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ ഈ കിറുക്ക്. എന്നാൽ കൊച്ചമ്മ വാ. മിനി വീണയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങ് വാ മോളെ, ചേട്ടൻ മുത്തിനെ ഒന്ന് കാണട്ടെ. ഗോപി വീണയെ കൊണ്ട് അകത്തേക്ക് പോയി. ബാക്കിയുള്ളവർ പുറകെയും. ഇവന്മാരെ പിന്നെ പൊക്കാം, ഇപ്പോൾ ഇത് ആസ്വദിക്കാം, വീണ വിചാരിച്ചു. ഗോപിയേട്ട എന്ന ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ, മിനി പറഞ്ഞു. അയക്കടി, ഗോപി പറഞ്ഞു. വീണ സാരി അഴിച്ചു മാറ്റി. പാവാടയും ബ്ലൗസ് ഇട്ട് നിൽക്കുന്ന വീണയെ കണ്ടിട്ട് മിനിക്ക് പോലും കൊതി തോന്നി. എന്തു ഭംഗിയാണ് അവളെ കാണാൻ. ആദ്യമൊക്കെ വീണ കുറച്ച് എതിർപ്പ് കാട്ടി. പിന്നെ അവർ 3 പേരും കൂടി അങ്ങ് സുഖിപ്പിച്ചപ്പോൾ അവൾക്ക് വല്ലാണ്ട് എന്തൊക്കെയായി. അവളുടെ കെട്ടിയോന്റെ കയ്യിൽ നിന്ന് എന്തായാലും ഇത്ര സുഖമൊന്നും കിട്ടത്തില്ല. ഇവർ 3 പേരും കൂടി സുഖിപ്പിച്ചാൽ നമുക്കിന്ന് സ്വർഗം കാണാമെന്ന മട്ടിലായിരുന്നു വീണയുടെ മനസ്സിൽ. അങ്ങനെ വീണ അവർ പറയുന്നതൊക്കെ കേട്ട് ഒരു പാവ കുഞ്ഞിനെ പോലെ നിന്നു കൊടുത്തു. അവർക്ക് തിരിച്ചും സുഖം കൊടുക്കുകയും ഉണ്ടായി. ഇതൊക്കെ കണ്ടു നിന്ന മിനിക്ക് എന്തൊക്കെയോ പോലെയായി. പിന്നെ മിനി ഗോപിയേട്ടനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഗോപിയേട്ട, മതി, ഇനി നിർത്ത്, അവരത് ചെയ്തോളും. അപ്പൊ ഗോപിയേട്ടൻ പറഞ്ഞു. അതെന്താടി? അവരത് ചെയ്താൽ നിന്നെയും ഇവളുടെ ഭർത്താവ് കുറെ മുഷിപ്പിച്ചതല്ലേ, നിനക്ക് അങ്ങനെ ഒരു പണി കൊടുത്തൂടെ എന്ന് മിനിയോട് ഗോപിയേട്ടൻ ചോദിച്ചു. എനിക്ക് അങ്ങനെ ഒരു പണി കൊടുക്കണമെന്നുണ്ട്, അത് അവർ കൊടുക്കുന്നുണ്ടല്ലോ. ഗോപിയേട്ടൻ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ഗോപിയേട്ടനെ കൂട്ടി മിനി അപ്പുറത്തെ റൂമിലേക്ക് പോയി. എന്താണ്, എന്താ കാര്യമെന്ന് പറയാം, മിനിയോട് ഗോപിയേട്ടൻ ചോദിച്ചു. അതല്ല ഗോപിയേട്ട, നിങ്ങൾ അവിടെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഗോപിയേട്ടൻ എന്നെയും കൂടി ഒന്ന് സുഖിപ്പിച്ചതാ, അവരവിടെ ചെയ്തു കൊള്ളട്ടെ. ഗോപിയേട്ടൻ എന്നെ ഒന്ന് പെട്ടെന്ന് സുഖിപ്പിച്ചതാ എന്നും പറഞ്ഞ് മിനി അവിടെ നിന്നും ആ ഡ്രസ്സുകളെല്ലാം മൂരി മാറ്റി ഗോപിയേട്ടൻ്റെ മുന്നിൽ നിന്നു. ഗോപിയേട്ടൻ അത് കണ്ടപ്പോൾ വീണയുടെ കാര്യങ്ങളെല്ലാം മറന്ന് ഗോപിയേട്ടൻ അവളെ സുഖിപ്പിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു കഴിഞ്ഞ് മറ്റു 2 പേരും വീണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി അവിടുന്ന് ഗോപിയേട്ടനെ നോക്കാൻ പോയപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഗോപിയേട്ടനും മിനിയും കൂടി. അത് കണ്ട് അവർ 2 പേരും ഗോപിയേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെയും കൂടി. അങ്ങനെ പിന്നെ അവിടെ ഒരു സ്വർഗമാക്കി മാറ്റിയിരുന്നു അവർ 3 പേരും ആ 2 പെൺകുട്ടികളെ. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പുതിയ കഥകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം.